നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ കുംഭം രാശിക്കാർക്ക്, അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. കുംഭം രാശിക്കാരുടെ രാശിനാഥൻ ശനിയാണ്. ശനി ഇപ്പോൾ 2ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നു. 1ാം ഭാവത്തിൽ രാഹുവും ബുധനും, 3ാം ഭാവത്തിൽ ശുക്രനും, 5ാം ഭാവത്തിൽ വ്യാഴവും, 7ാം ഭാവത്തിൽ കേതുവും സ്ഥിതി ചെയ്യുന്നു. ഈ മാസം നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേടിക്കേണ്ട സാഹചര്യങ്ങളോ വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. എങ്കിലും ഗ്രഹനില അനുസരിച്ച് ചില ചെറിയ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ജന്മരാശിയിൽ രാഹുവും ബുധനും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമയമാണിത്. ജ്യോതിഷത്തിൽ ഇതിനെ ജഡബുദ്ധി ദോഷം എന്ന് പറയാറുണ്ട്. ഏപ്രിൽ മാസം 11ാം തീയതി വരെയാണ് ഈ ഗ്രഹസ്ഥിതി നിലനിൽക്കുന്നത്. ഈ കാലയളവിൽ ചിലർക്ക് അനാവശ്യമായ ചിന്തകൾ കാരണം മനസ്സിന് അസ്വസ്ഥതയോ ചെറിയ കാര്യങ്ങളിൽ പോലും വല്ലാത്ത ടെൻഷനോ അനുഭവപ്പെട്ടേക്കാം. മനസ്സിന് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെടുന്നതായി തോന്നിയാൽ അത് ഈ ഗ്രഹമാറ്റം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതിനാൽ അനാവശ്യമായി വ്യാകുലപ്പെടാതെ മനസ്സിനെ ശാന്തമായി വെക്കാൻ ശ്രമിക്കണം. ശാരീരികമായി നോക്കിയാൽ ഈ മാസം നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനാണ്. ബുധൻ ചർമ്മത്തെ സ്വാധീനിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള അലർജികളോ ഇൻഫെക്ഷനുകളോ വരാൻ നേരിയ സാധ്യതയുണ്ട്. ചർമ്മം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. പുതിയ തരം ക്രീമുകളോ മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളോ പരീക്ഷിക്കുമ്പോൾ ഈ മാസം കൂടുതൽ ജാഗ്രത പാലിക്കണം. ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇവ ഉപയോഗിക്കുക. ചുരുക്കത്തിൽ ഏപ്രിൽ 11 വരെ മനസ്സിനെ നിയന്ത്രിക്കുകയും ചർമ്മത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുകയും ചെയ്താൽ ഈ മാസം ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഈ മാസം വിദ്യാർത്ഥികൾക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് കാണുന്നത്. പഠനകാര്യങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്താൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. നിങ്ങളുടെ ജാതക പ്രകാരം അറിവിനെയും ബുദ്ധിയെയും സൂചിപ്പിക്കുന്ന 5ാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം നിലകൊള്ളുന്നത്. ഇത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഗുണങ്ങൾ നൽകും. പഠനകാര്യങ്ങളിൽ മുൻപത്തേക്കാൾ കൂടുതൽ ഗൗരവവും ഉത്തരവാദിത്തവും നിങ്ങൾക്ക് അനുഭവപ്പെടും. പാഠഭാഗങ്ങൾ കൃത്യസമയത്ത് തീർക്കാനും ലക്ഷ്യബോധത്തോടെ മുന്നേറാനും വ്യാഴത്തിന്റെ ഈ അനുഗ്രഹം സഹായിക്കും. കഠിനമായ വിഷയങ്ങൾ പോലും വേഗത്തിൽ മനസ്സിലാക്കാനും പഠനത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. മുതിർന്നവരുടെയോ അധ്യാപകരുടെയോ ശരിയായ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണിത്. വ്യാഴം നല്ല ഫലങ്ങൾ നൽകുന്നുണ്ടെങ്കിലും രാഹുവിന്റെ ദൃഷ്ടി 5ാം ഭാവത്തിലേക്ക് പതിക്കുന്നുണ്ട്. ഇത് പഠനത്തിനിടയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് വഴിമാറി പോകാനോ സോഷ്യൽ മീഡിയയോ മൊബൈലോ ഉപയോഗിച്ച് സമയം കളയാനോ സാധ്യതയുണ്ട്. അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ ഏകാഗ്രതയെ ബാധിച്ചേക്കാം. പഠന സമയത്ത് മറ്റു കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബോധപൂർവം ശ്രമിക്കണം. കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് ഈ രാഹുദോഷത്തെ മറികടക്കാൻ സഹായിക്കും. ഏതെങ്കിലും പുതിയ കോഴ്സുകൾക്ക് ചേരാനോ ഉപരിപഠനത്തിനായി അപേക്ഷിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. പ്രത്യേകിച്ചും സാങ്കേതിക വിദ്യയുമായോ ഗവേഷണവുമായോ ബന്ധപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഈ കാലയളവിൽ കൂടുതൽ ഗുണകരമാവും. ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ വളരെ പോസിറ്റീവായ മാറ്റങ്ങളാണ് കാണുന്നത്. പങ്കാളികൾക്കിടയിൽ പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കുന്ന ഒരു കാലയളവാണിത്. ജ്യോതിഷപ്രകാരം വിവാഹത്തെയും പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്ന 7ാം ഭാവത്തിലാണ് ഇപ്പോൾ കേതു നിൽക്കുന്നത്. സാധാരണയായി 7ാം ഭാവത്തിലെ കേതു പങ്കാളികൾക്കിടയിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഈ മാസം മറ്റ് അനുകൂല ഗ്രഹങ്ങളുടെ സ്വാധീനമുള്ളതുകൊണ്ട് അത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും നിലനിൽക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. പങ്കാളിയുടെ ജോലിയിൽ വലിയ ഉയർച്ചയോ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന പുതിയ തൊഴിലവസരങ്ങളോ തേടിയെത്താൻ സാധ്യതയുണ്ട്. അവരുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്നത് കുടുംബത്തിന് മൊത്തത്തിൽ അഭിമാനവും സന്തോഷവും നൽകും. ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും.
വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും ദൈനംദിന ജീവിതത്തിലെ ചില നിസ്സാര കാര്യങ്ങളിൽ ചെറിയ പിണക്കങ്ങളോ അതൃപ്തിയോ ഉണ്ടായേക്കാം. ഭാവിയിലേക്കുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പുതിയ വീട് വാങ്ങാനോ പണിയാനോ ഉള്ള തീരുമാനങ്ങൾ പങ്കാളിയുമായി ചേർന്നെടുക്കാം. കുടുംബത്തോടൊപ്പം ദൂരയാത്രകൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഈ മാസം വളരെ നല്ലതാണ്. ഇത്തരം യാത്രകൾ നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ, ചെറിയ കാര്യങ്ങളിലെ വാശികൾ ഒഴിവാക്കിയാൽ ഈ ഏപ്രിൽ മാസം നിങ്ങളുടെ വിവാഹ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മാസങ്ങളിലൊന്നായിരിക്കും. ഏപ്രിൽ മാസം നിങ്ങളുടെ കരിയറിലും ഭാഗ്യത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും മാസത്തിന്റെ പകുതിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു ഗ്രഹമാറ്റം നിങ്ങൾക്ക് വലിയ ഗുണങ്ങൾ നൽകും. ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത ഏപ്രിൽ 19 നടക്കുന്ന ശുക്രന്റെ രാശിമാറ്റമാണ്. നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിന്റെ നാഥനായ ശുക്രൻ സ്വന്തം രാശിയായ ഇടവത്തിലേക്ക്, അതായത് നിങ്ങളുടെ 4ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ജ്യോതിഷത്തിൽ ഇതിനെ വളരെ വിശേഷപ്പെട്ട ഒരു രാജയോഗമായിട്ടാണ് കണക്കാക്കുന്നത്. വീട്, ഭൂമി അല്ലെങ്കിൽ വണ്ടി എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായും തുടക്കുന്നത് കൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ ധൈര്യമായി എടുക്കാം. വലിയ തുകകൾ ബിസിനസ്സിലോ ഷെയറിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ രാജയോഗം മികച്ച ലാഭം നൽകാൻ സാധ്യതയുണ്ട്. ഭാഗ്യം കൂടെയുണ്ടെങ്കിലും നിങ്ങളുടെ ജോലിസ്ഥലത്തെ പെരുമാറ്റത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാലയളവിൽ കഠിനാധ്വാനം ചെയ്യാൻ ചെറിയൊരു മടി തോന്നാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കാതെ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കണം. എനിക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ ഞാൻ വലിയ കഴിവുള്ളവനാണ് എന്ന തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. ഇത് സഹപ്രവർത്തകരോടും മേലുദ്യോഗസ്ഥരോടുമുള്ള ബന്ധത്തെ ബാധിച്ചേക്കാം. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ വളരെ സംയമനം പാലിക്കണം. ചെറിയ തർക്കങ്ങൾ പോലും നിങ്ങളുടെ കരിയറിനെ ദോഷകരമായി ബാധിക്കാനിടയുള്ളതുകൊണ്ട് വാക്കുതർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കണം. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിലവിലെ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കോ ഏപ്രിൽ 14 മുതൽ മെയ് 15 വരെയുള്ള കാലയളവ് വളരെ ശുഭകരമാണ്. ഈ സമയത്തിനുള്ളിൽ മികച്ചൊരു തൊഴിലവസരം നിങ്ങളെ തേടിയെത്താൻ വലിയ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ ആകർഷകമായ സംസാര ശൈലി ബിസിനസ്സിൽ പുതിയ ഇടപാടുകാരെ കണ്ടെത്താനും കൂടുതൽ ലാഭമുണ്ടാക്കാനും നിങ്ങളെ സഹായിക്കും. ബുദ്ധിപൂർവമായ സംസാരം ഈ മാസം നിങ്ങളുടെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ വിഷുക്കാലം കുംഭക്കൂറുകാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാറ്റത്തിന്റെ പെരുമഴക്കാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ പല മേഖലകളിലും പുതിയ തുടക്കങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി ഈ വർഷം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഒന്നിലധികം വഴികളിലൂടെ പണം കൈവരാൻ അവസരമൊരുങ്ങും. മുൻപ് മുടങ്ങിക്കിടന്ന പല സാമ്പത്തിക ഇടപാടുകളും ഈ വർഷം പൂർത്തിയാക്കാൻ സാധിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വളർച്ച കൈവരിക്കാൻ ഈ വർഷം സാധിക്കും. പുതിയ ജോലി തേടുന്നവർക്കും നിലവിലുള്ള ജോലിയിൽ നിന്ന് മികച്ച മറ്റൊരു അവസരത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം അനുകൂലമായ സൂചനകൾ നൽകുന്നു. കല, രാഷ്ട്രീയം, സാമൂഹിക പ്രവർത്തനം എന്നീ മേഖലകളിലുള്ളവർക്ക് ഈ വർഷം വലിയ അംഗീകാരങ്ങളും ഗുണഫലങ്ങളും ലഭിക്കും. സ്വന്തമായൊരു വീട് പണിയാനോ അല്ലെങ്കിൽ നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. തടസ്സങ്ങൾ നീങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ചെറിയ അശ്രദ്ധ പോലും നിങ്ങളുടെ മാർക്കിനെയോ ഫലത്തെയോ ബാധിച്ചേക്കാം. പഠനത്തിൽ കൃത്യമായ ചിട്ട കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും അവരോട് ഇടപഴകുമ്പോഴും അമിതമായ വിശ്വാസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചില സൗഹൃദങ്ങൾ നിങ്ങളെ അനാവശ്യ പ്രശ്നങ്ങളിൽ എത്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുകളും മറ്റുള്ളവരോട് അനാവശ്യമായി പങ്കുവെക്കാതിരിക്കുക. കാര്യങ്ങൾ രഹസ്യമായി വെക്കുന്നത് ശത്രുക്കളുടെ ശല്യം കുറയ്ക്കാൻ സഹായിക്കും. സാമൂഹിക പ്രവർത്തകർക്ക് ചില വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. എന്നാൽ ഇവയെ ബുദ്ധിപൂർവവും
നയപരവുമായി നേരിട്ടാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ സാധിക്കും. വിജയങ്ങൾ കൂടെയുണ്ടാകുമെങ്കിലും നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കണം. വരുന്ന വർഷം കൂടുതൽ ഗുണകരമാകാൻ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം സമർപ്പിക്കുക. മഹാവിഷ്ണുവിന് തടസ്സങ്ങൾ നീങ്ങാൻ നെയ്വിളക്ക് സമർപ്പിക്കുക. വിഘ്നങ്ങൾ മാറ്റാൻ ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ്. ദിവസവും നവാക്ഷരി മന്ത്രം ജപിക്കുന്നത് മാനസിക ബലവും ഐശ്വര്യവും നൽകും. കുംഭം രാശിക്കാർക്കായുള്ള ഏപ്രിൽ മാസത്തെ ഫലപ്രവചനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഹരി ഓം.